സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചാലും ഈ തിരുവചനങ്ങൾ ശ്രവിക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും തിരുവചനങ്ങളിലൂടെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലട്ടെ. ഇതുവഴി പരിപൂർണമായ ആത്മീയ അഭിഷേകവും രോഗശാന്തിയും സൗഖ്യവും പാപമോചനവും വിശുദ്ധീകരണവും ഈ തിരുവചനം കേൾക്കുന്ന ഓരോ മകനും മകൾക്കും ലഭിക്കുമാറാകട്ടെ. ഈ തിരുവചനം എവിടെയെല്ലാം മുഴങ്ങിക്കേൾക്കുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. അന്ധകാര നിബിഡമായ ഭൂതലത്ത് പ്രകാശം കൊണ്ട് നിറയട്ടെ. രോഗപീഠകളും പകർച്ചവ്യാധികളും നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ആത്മാവ് നൽകുന്ന സൗഖ്യം കൊണ്ട് നിറയട്ടെ. പൈശാചികമായ ബന്ധനങ്ങൾ ഈ തിരുവചനങ്ങൾ കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുപോകട്ടെ. നാനാതരത്തിലുള്ളതായ അസ്വസ്ഥതകളും രോഗപീഠകളും ഈ തിരുവചനങ്ങൾ ശ്രവിക്കുന്ന മക്കളിൽ നിന്ന് ദൂരെ അകന്നു പോകട്ടെ. അമ്മേ, പരിശുദ്ധ മറിയമേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ പൊന്നുമക്കൾ ഓരോരുത്തരെയും ഞങ്ങളെയും ഈ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിക്കുന്നു. അമ്മ തന്നെ ഇവരുടെ കാര്യങ്ങളിൽ നേരിട്ടിടപെട്ട് ഇവരെ സഹായിക്കണമേ. മിശിഹായിൽ അനുഗ്രഹീതരായ സഹോദരീ സഹോദരന്മാരെ, എൻ്റെ പൊന്നുമക്കളെ, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ടല്ലോ. യേശുവിൻ്റെ ശക്തി അതുതന്നെയായിരുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റുവാനും അവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും അവൻ ഏൽപ്പിക്കുന്ന ജോലി ചെയ്ത് അവനെ മഹത്വപ്പെടുത്തുവാനും ഈശോ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയിലൂടെ ഈ പിതാവുമായി ഈശോ ഐക്യപ്പെട്ടുകൊണ്ടിരുന്നു. പിതാവുമായി ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പ്രാർത്ഥനയെയും പ്രാർത്ഥനാ ചൈതന്യത്തെയും ശൈലിയെയുമെല്ലാം ശിഷ്യന്മാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരൊരിക്കൽ ഈശോയോട് പറഞ്ഞു, ഗുരു, അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് പറയുകയാണ്. അപ്പോഴാണ് ഈശോ അവരെ പഠിപ്പിച്ചു, എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ അഭിസംബോധന ചെയ്യേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതെല്ലാം പറഞ്ഞ് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ ഒരു കർമ്മ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചുള്ളതായ ശരിയായ ബോധ്യം ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്, ആകുലപ്പെടുന്നത്, ഈശോ ചോദിക്കുന്നുണ്ട്. അതാണ് മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 34 വരെയുള്ളതായ തിരുവചനങ്ങൾ ഇതാ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായി ധ്യാനത്തിനായി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈശോയുടെ വചനമാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ഈശോയുടെ ചോദ്യമാണ്. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറയാണ്, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ അവർ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്, എന്നൊക്കെ പറയുന്ന ഈശോയുടെ വാക്ക്, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ, അവയേക്കാൾ എത്രയോ മഹത്വമുള്ളവരാണ് നിങ്ങൾ, അവയേക്കാൾ എത്രയോ അമൂല്യമാണ് നിങ്ങൾ. പ്രഭാതത്തിൽ പൊട്ടിവിടർന്ന് സായാഹ്നത്തിൽ കൊഴിഞ്ഞു വീഴുന്ന ലില്ലിപ്പൂവിനേക്കാൾ ശ്രേഷ്ഠരല്ലേ നിങ്ങൾ? യേശുവിൻ്റെ ചോദ്യം എത്ര ശക്തമായ ചോദ്യമാണെന്ന് നോക്കിക്കേ. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, അതിനാൽ എന്ത് ഭക്ഷിക്കുമെന്നോ എന്ത് പാനം ചെയ്യുമെന്നും എന്ത് ധരിക്കുമെന്നും വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. അവിടെ പറയുന്ന കാര്യം ഈശോ പറയാണ്, വിജാതീയരാണ് ഇവയെ അന്വേഷിക്കുന്നത്.
നിങ്ങൾക്കിവയെല്ലാം ആവശ്യമുണ്ട് എന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. എത്ര വചനമാണ് നോക്കുക. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമുണ്ട് എന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. ഒരിക്കൽ ധ്യാന കേന്ദ്രത്തിലെ ഒരു സഹോദരി ധ്യാനിക്കാൻ വന്നു. ആ സഹോദരിക്ക് നടക്കാൻ പറ്റുകയില്ല. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അവർക്ക് പ്രയാസമാണ്, എല്ലാ തരത്തിലും അസ്വസ്ഥതയാണ്. ധ്യാനത്തിനിടയിൽ സംസാരിച്ചപ്പോഴാണ് അവരുടെ കുടൽ മുഴുവനും ഈ ക്യാൻസർ പിടിപെട്ട് പലതും ഭാഗങ്ങൾ കണ്ടിച്ചു മുറിച്ച് കളഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും ആ ക്യാൻസർ രോഗത്തിൻ്റെ ആധിക്യത്താൽ ഇതെല്ലാം ഉള്ളിലുള്ള ആന്തരിക ഈ അവയവങ്ങളെല്ലാം എടുത്ത് ഡോക്ടർ ശസ്ത്രക്രിയയെല്ലാം നടത്തി ഒരു ബാഗിനകത്തിട്ട് വീണ്ടും വയറ്റിലകത്തിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സാധാരണയായിട്ട് കഴിക്കുന്ന ഭക്ഷണം പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വേണ്ട പോലെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ആ സഹോദരിയെ ധ്യാനിക്കാൻ വേണ്ടി ഒരാൾ ധ്യാനിക്കാൻ കൊണ്ടുവന്നതാണ്. ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് അവളുടെ പല വേദനകളും രോഗങ്ങളും പലതും ഈശോ എടുത്തു മാറ്റി, പല വേദനകളും എടുത്തു മാറ്റി. സാധാരണ ഭക്ഷണം ധ്യാനക്കാരുടെ കൂട്ടത്തിൽ കഴിച്ചു കൊണ്ടിരുന്നതായ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ് വേണ്ട അറേഞ്ച്മെന്റ് നടത്തിയില്ല എന്ന് ചോദിച്ചപ്പോഴേ ആ സഹോദരി പറഞ്ഞ വചനം ഇതാണ്: ദൈവത്തിനറിയത്തില്ലേ എൻ്റെ കാര്യങ്ങളെല്ലാം? അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു, അവിടുന്ന് എന്നെ വിളിച്ചു, അവിടുന്ന് എന്നെ വിശുദ്ധീകരിച്ചു, അവിടുന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. അവിടുത്തേക്ക് അറിയത്തില്ലേ കാര്യങ്ങളെല്ലാം, എൻ്റെ കാര്യങ്ങളെല്ലാം? പിന്നെ ഞാൻ എന്തിനു വിഷമിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ അവസ്ഥ, എന്തൊരവസ്ഥയെന്ന്. പക്ഷേ എൻ്റെ പൊന്നുമക്കളെ മനസ്സിലാക്കിക്കൊള്ളുക, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നു എന്നുള്ള ബോധ്യം ആ മകൾക്ക് കിട്ടിയ ആ നിമിഷം തന്നെ അവളുടെ ആന്തരികമായ അസ്വസ്ഥതകളെല്ലാം വിട്ടുപോയി. ആ നിമിഷം തന്നെ അവൾക്ക് ധൈര്യമായി, ശക്തിയായി. സാധാരണ ആളുകളെ പോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. നടന്നു പോകാൻ ഞൊണ്ടി വന്നവളായ അവള് ആ ഞൊണ്ടെല്ലാം മാറ്റി മുടന്നെല്ലാം മാറ്റി സാധാരണക്കാരെ പോലെ നടക്കാൻ തുടങ്ങി. അവള് മറ്റുള്ള വ്യക്തികളെ പോലെ തന്നെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ധ്യാനിക്കുവാനും പാട്ടുപാടാനും കൈയടിക്കുവാനും തുള്ളിച്ചാടുവാനും തുടങ്ങുകയാണ്. ഈ ഒരൊറ്റ പോയിന്റാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. പൊന്നുമക്കളെ, ദൈവം സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ അമൂല്യമായ നിധിയാണ്. നമ്മുടെ അമൂല്യമായ നിധിയാണ്. എൻ്റെ ദൈവം സ്വർഗസ്ഥനായ പിതാവ്, ഈ ബോധ്യം നമുക്കുണ്ടായാൽ മതി, നമ്മുടെ ജീവിതത്തിൽ മാറ്റമായി. ഒരിക്കല് മലയാറ്റൂർ ഭാഗത്തുള്ള ഒരു കുടുംബത്തിലാണ് മകളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി വളരെയേറെ പരിശ്രമിച്ചിട്ട് പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ഒരു കുടുംബമാണ്. പൗലോസിയേട്ടനാണ്. പൗലോസിയേട്ടൻ പൈസ ഇല്ലാതെ വിഷമിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അച്ഛൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, അച്ഛ ആകപ്പാടെ വിഷമമായി, കല്യാണം നടക്കുന്ന കാര്യമില്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോഴേ അച്ഛൻ ഒരു വചനമെടുത്ത് കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞേ, ഇതെന്നും വായിച്ചോളാൻ പറഞ്ഞു. അപ്പോഴാ ബസ് സ്റ്റോപ്പിൽ വെച്ച് അച്ഛനെ കണ്ടപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, പള്ളിമുറിയിലേക്ക് വരാൻ പറഞ്ഞു. പള്ളിമുറിയിലേക്ക് ചെന്നപ്പോഴേ അച്ഛൻ ആഘോഷമായ മുറിയിലേക്ക് കയറിയിട്ട് ഒരു വചനക്കഷ്ണം, അതായത് ഒരു സ്ലിപ്പ് എടുത്തിട്ട് കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വായിച്ചും നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തായിരുന്നു അറിയാം വചനം? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വചനമാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് വേണ്ടതെല്ലാം തരും. വചനം അതായിരുന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് വേണ്ടതെല്ലാം തരും. ഈ പൗലോസിയേട്ടൻ ഈ വചനമായി എടുത്തുകൊണ്ട് വന്നു. എന്തൊരു പണി അച്ഛൻ കാണിച്ചത്! അയാൾ വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഭാര്യ ഒരു നിധി പോലെ അത് സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഇത് മതി എന്ന് പറയാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്, അക്ഷരജ്ഞാനം പോലും ഇല്ലാതിരുന്ന ആ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറയാണ്, ഇത് മതി. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി
നമുക്ക് വേണ്ടതെല്ലാം തരും. പൗലോസ്യേട്ടൻ പറയായിരുന്നു, എൻ്റെ ഭാര്യ സന്ധ്യയാകുമ്പോൾ ഈ വാചകം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലും. 2 ആഴ്ച കഴിഞ്ഞ് ഇയാള് ബാങ്കിൽ പോയി തിരിച്ചു വരികയാണ്. ബാങ്കിൽ പോയി ലോൺ എടുക്കാൻ, കുറച്ച് പൈസ ലോൺ എടുക്കാൻ പോയതാണ്. പോയി തിരിച്ചു വരുമ്പോഴേ ബാങ്ക് മാനേജർ ബാങ്കിലേക്ക് പോവുകയാണ്. അപ്പോഴേ വഴിമത്തിയെ കണ്ടുമുട്ടിയ ഇയാള് ബാങ്ക് മാനേജരോട് പറഞ്ഞു, ഞാൻ ബാങ്കിൽ പോയിട്ട് വരികയാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിക്കാൻ വന്നതാ, ലോൺ ചോദിച്ചു വന്നതാ, കിട്ടിയില്ല. ബാങ്ക് മാനേജർ പറഞ്ഞു, എൻ്റെ കൂട്ടത്തിൽ പണ്ടേ കയറിക്കോളാൻ പറഞ്ഞു. അയാൾ ബാങ്കിൽ ചെന്നിട്ട് എന്താണ് ലോൺ വേണ്ടത്, എന്തുമാത്രമാണ് വേണ്ടത്, അതെടുത്തോളാൻ പറഞ്ഞു. 2.5 ലക്ഷം രൂപ ലോണായിട്ട് കൊടുത്തു. 2.5 ലക്ഷം രൂപ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ നോക്കിയപ്പോഴത്തേന് 2.5 ലക്ഷം ഓക്കെ, നല്ല കാര്യം. പിന്നെ ഇത് അറിഞ്ഞ ഓരോരുത്തരും സഹായിച്ച് ആ കൊച്ചിൻ്റെ കല്യാണം ആഘോഷമായി നടന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് വേണ്ടതെല്ലാം തരും. തിരുവചനത്തിൻ്റെ ശക്തിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ മക്കളെ, നമ്മുടെ നിധി എന്ന് പറയുന്നത്, നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ സ്വർഗസ്ഥനായ പിതാവാണ്. പിതാവാണ്, എൻ്റെ അപ്പനാണ്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. ഇവയെല്ലാം അന്വേഷിക്കുന്നത് വിജാതീയരാണ്. ദൈവത്തെക്കുറിച്ച് അറിയാത്തവർ വിജാതീയരാണ്. ദൈവവിശ്വാസമില്ലാത്തവര് അവരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങളിങ്ങനെ ആയിരിക്കരുത് എന്ന് പറയുകയാണ്. ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. ഈ 2 വചനങ്ങൾ നമുക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യും. പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു മകന്, മെഡിക്കൽ പരീക്ഷയാണ്, MBBS പരീക്ഷയാണ്. അവൻ പഠിച്ചിട്ടില്ല, പഠിച്ചത് ഓർക്കുന്നില്ല, അസ്വസ്ഥതയായി, ഉത്കണ്ഠയായി, അങ്ങനെ വിഷമിച്ചിരിക്കുന്ന, പ്രയാസപ്പെട്ടു പോകുന്ന മകന് അമ്മ കൊടുത്തതായിരുന്നു, എടാ നിനക്കറിഞ്ഞുകൂടെ ഈ സീറ്റ് വാങ്ങിച്ചു തന്നത് ദൈവമാണ്, നിനക്കറിഞ്ഞുകൂടെ ഇതിന് വേണ്ട പൈസ ഒരുക്കി തന്നതും ദൈവമാണ്. ആ ദൈവത്തിനറിയാം നിന്റെ പോരായ്മ, പരിമിതി. ദൈവം നിനക്ക് തരും. അമ്മ പറഞ്ഞു കൊടുത്ത വാക്കുകൾ അവനൊരു നിധി പോലെ അങ്ങ് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോയി. എന്നിട്ട് അമ്മ പറഞ്ഞു കൊടുത്ത ആ വചനം അവൻ വീണ്ടും വീണ്ടും ഓർത്തു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ഇവിടെ അത്ഭുതം ചെയ്യും. അവൻ്റെ ആ പരീക്ഷയിൽ അവന് ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാകാൻ സാധിച്ചു. ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഇവിടെ ഈശോ നമുക്കൊരു കാര്യം പറയുന്നുണ്ട്. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട, ഒരാകുലതയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈശോ പറയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ തിരുവചനത്തില്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാമോ? നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും നിങ്ങൾ അന്വേഷിക്കേ. ആദ്യം അന്വേഷിക്കേണ്ടതാണ് അവൻ്റെ രാജ്യം. എന്താണ് അവൻ്റെ രാജ്യം? സത്യത്തിൻ്റെ രാജ്യമാണ്. നാം കാണുന്നുണ്ടല്ലോ, പീലാത്തോസ് യേശുവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഞാൻ രാജാവാകുന്നു എന്ന് പറയാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല. ഇവിടെ നോക്കിക്കേ, ആദ്യമേ നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിച്ചേ. ഈഹലോകത്തിൽ രാജ്യം സ്ഥാപിക്കാൻ വന്നവനല്ല ഈശോ. അവൻ്റെ രാജ്യം സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ രാജ്യം നിങ്ങൾ അന്വേഷിക്കേ. എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുമെന്ന് അന്വേഷിക്കേ. ഇതാണ് ഈശോ പറയുന്നത്. 2 കാര്യം ഈശോ പറയുന്നതാണ്. ആദ്യമേ നിങ്ങൾ അവൻ്റെ രാജ്യവും പിന്നെ അവൻ്റെ നീതിയും അന്വേഷിക്കേ. ദൈവനീതി അന്വേഷിക്കാൻ പറയാണ്. എന്താണ് ദൈവത്തിൻ്റെ നീതി? ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ് പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 3-ാമത്തെ അധ്യായത്തില് 26-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിയായി യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം നിയോഗിച്ചു തന്നിരിക്കുന്നു. ഒക്കെ പറയുന്ന വാക്ക്, വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിയായി യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് നിയോഗിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്.
നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങൾ ദൈവനീതി പ്രകാരം നിത്യരക്ഷ പ്രാപിക്കുന്നവരാണ്. നിങ്ങളുടെ അധ്വാനം കൊണ്ടോ, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, പരിഹാര പ്രവൃത്തി കൊണ്ടോ ഒന്നും വിലപ്പോവുകയില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ നിത്യരക്ഷയുടെ അച്ചാരം. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് പറ്റുമോ? വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിയായി യേശുക്രിസ്തുവിനെ കൊടുത്തു. ഞാൻ മഹാപാപിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ് ഞാൻ, എല്ലാവരേക്കാൾ അധപ്പതിച്ചവൻ, ചീഞ്ഞു നാറുന്നവനാണ് ഞാൻ. എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ ഓർക്കുകയാണ് എങ്ങനെ ഞാൻ ഇതിന് പരിഹാരം ചെയ്യുമെന്ന്. പൊന്നുമക്കളെ, പാപത്തിന് പരിഹാരം ചെയ്ത് പ്രവൃത്തി ചെയ്ത് സ്വർഗരാജ്യം വെട്ടിപ്പിടിക്കേണ്ടവരല്ല നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പരിഹാര ബലിയായി തീർന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ഇത് മാത്രമാണ്. പ്രവൃത്തി കൊണ്ടുള്ളതായ രക്ഷയല്ല, വിശ്വാസം വഴിയുള്ള രക്ഷയാണ്. ഇതാണ് ദൈവനീതി എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ നീതി. ഞാൻ പാപം ഉപേക്ഷിക്കണം, ഞാൻ തിന്മ ഉപേക്ഷിക്കണം, ഇതെല്ലാം ശരിയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഓർക്കേണ്ടതാണ്, ഞാൻ രക്ഷ പ്രാപിക്കുന്നത് എൻ്റെ പാപപരിഹാരം കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് എൻ്റെ പാപങ്ങൾ യേശുക്രിസ്തു ഏറ്റെടുത്തു. അവസാനത്തെ തുള്ളി രക്തം വരെ ബലിയായി എനിക്ക് വേണ്ടി കാഴ്ചവെച്ചു. എനിക്ക് വേണ്ടി ബലിയായി തീർന്ന യേശുക്രിസ്തു ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ നശിച്ചു പോയേനെ. ഈശോ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ശക്തി. അവനിലുള്ള വിശ്വാസമാണ് എൻ്റെ രക്ഷ. അവനിൽ ഞാനുള്ള വിശ്വാസം ഞാൻ ഏറ്റുപറയണം. ഇതാണ് ഈശോ നമ്മിൽ ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. മത്തായി സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ വചനം വീണ്ടും നമ്മുടെ ചിന്തയിലേക്ക് തന്നെ കൊണ്ടുവരട്ടെ. അതായത്, ആദ്യം നിങ്ങൾ അവൻ്റെ രാജ്യം അന്വേഷിക്കേ. പൊന്നുമക്കളെ, നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ വസിക്കുന്നവരാണോ? ഞാൻ സൂചിപ്പിച്ചു, അത് സത്യത്തിൻ്റെ രാജ്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലെ വ്യഭിചാരത്തെക്കുറിച്ചോ അശുദ്ധിയെക്കുറിച്ചോ തിന്മയെക്കുറിച്ചോ അത്യാഗ്രഹങ്ങളെക്കുറിച്ചോ ഒരു പേര് പോലും കേൾക്കരുതെന്ന് പറയുകയാണ്. അതെ, ദൈവരാജ്യം അതാണ്. ദൈവത്തിൻ്റെ രാജ്യം, ദൈവരാജ്യം. നിങ്ങൾ നോക്കുക, നിങ്ങൾ ദൈവരാജ്യത്തിലാണോ? സത്യത്തിൻ്റെ രാജ്യത്തിൽ, സ്നേഹത്തിൻ്റെ രാജ്യത്തിൽ, നന്മയുടെ രാജ്യത്തിൽ, നീതിയുടെ രാജ്യത്തിൽ ഇവിടെയാണോ നിങ്ങൾ? ഇതാണ് ദൈവത്തിൻ്റെ രാജ്യം. ആദ്യമേ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക. 2, അവൻ്റെ നീതി അന്വേഷിച്ചാൽ മതി. അവൻ്റെ നീതി എപ്പോഴും ഓർക്കുക, നിത്യരക്ഷ, നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയെടുക്കുന്നതല്ല, മറിച്ച് നമ്മുടെ വിശ്വാസം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ചിന്തയെല്ലാം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ഈ ചിന്തയെല്ലാം നമ്മുടെ ഹൃദയത്തിനൊരു കരുത്ത് നൽകട്ടെ, നമുക്കൊരു ജീവൻ നൽകട്ടെ. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഈ ഭൂമിയിൽ, ഈ ജീവിതത്തിൽ എന്ത് ഭക്ഷിക്കും, എന്ത് ധരിക്കും, എന്ത് ഉടുക്കും, അല്ലെങ്കിൽ എങ്ങനെ എവിടെ പാർക്കും, ഒരു ഉത്കണ്ഠയും വേണ്ട മക്കളെ. എൻ്റെ സ്വർഗസ്ഥനായ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ അറിഞ്ഞുകൂടെ നിങ്ങൾക്കിത് വേണമെന്ന്. 2-ാമത്തെ പോയിന്റ് ഇതാണ്, നിത്യജീവന് വേണ്ടി പോലും നിങ്ങൾ ഉത്കണ്ഠ വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് 2 കാര്യമാണ്. ദൈവരാജ്യത്തിലേക്ക് കടന്നു വരിക. 2, വിശ്വാസം വഴി സംലപ്തമാകുന്ന ദൈവനീതി പ്രാപിക്കുക. വിശ്വാസം വഴി സംലപ്തമാകുന്ന എൻ്റെ ദൈവം എനിക്ക് തീർച്ചയായിട്ടും എന്താണ്, എനിക്ക് തരും, എനിക്ക് നിത്യജീവൻ തരും. ഞാൻ സൂചിപ്പിച്ചല്ലോ, റോമൻസ് 3:26 പറഞ്ഞിരിക്കുന്ന വിശ്വാസം വഴി സംലപ്തമാകുന്ന, വിശ്വാസം വഴി നേടിയെടുക്കുന്ന. ഈ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനം, കൊളോസ്യർക്ക് ലേഖനം, ഇവിടെയെല്ലാം ഈ ആശയം തന്നെ ആവർത്തിച്ച് പറയാണ്, ദൈവത്തിൻ്റെ നീതി. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തില് വ്യക്തമായൊരു കാര്യം പറയുന്നുണ്ട്. 1 മുതലുള്ളതായ തിരുവചനങ്ങൾ നമ്മൾ നോക്കുമ്പോഴേ, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. പൗലോസിനെ അവതരിപ്പിക്കുകയാണ്. ഒരിക്കൽ നമ്മൾ ആരായിരുന്നു, ഒരിക്കൽ നമ്മൾ എവിടെയായിരുന്നു എന്ന്. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെ പിന്തുടർന്ന് അനുസരണക്കേടിൻ്റെ മക്കളായി നിങ്ങൾ പ്രവർത്തിച്ചു ഈ ലോകത്തിൻ്റെ അരൂപിയിൽ. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ജഡമോഹങ്ങളിൽ ജീവിച്ചവരായ നമ്മൾ, ക്രോധത്തിൻ്റെ മക്കളായി തീർന്ന നമ്മൾ, തകർന്ന് തരിപ്പണമായി തീർന്ന നമ്മൾ, ഇതായിരുന്നു നമ്മുടെ അവസ്ഥ. എന്നാൽ
എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വചനം പറയാണ്, എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടി നമ്മെ ജീവിപ്പിച്ച് കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷ പ്രാപിച്ചത് കൃപയാലാണ്. അതാണ് ദൈവത്തിൻ്റെ നീതി. കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അധ്വാനം കൊണ്ട് രക്ഷിക്കപ്പെട്ടവരല്ല, മറിച്ച് കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് തുടരുകയാണ്. പ്രത്യേകിച്ച് 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം പറയാണ്, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടി ഇരുത്തി. ഇതൊക്കെ എത്ര മഹത്വമാണെന്ന് നോക്കി. ഇതാണ് ദൈവനീതി. ഇതാണ് ദൈവനീതി. എന്തായിരുന്നു നമ്മുടെ അവസ്ഥയെ നോക്കിക്കുക? അതായത് അനുസരണക്കേടിന്റെ മക്കളായി പ്രവർത്തിച്ചവര്, ജഡമോഹങ്ങളിൽ വ്യാപരിച്ചിരുന്നവര്, മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായി തീരുന്നവരായ നമ്മൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി, യേശുവിലുള്ള വിശ്വാസം വഴി, യേശുവിൻ്റെ സ്നേഹത്തിലൂടെ നമുക്ക് ലഭിച്ച നേട്ടം എന്താണെന്നറിയാമോ? രക്ഷ. യേശുക്രിസ്തുവിനോടുകൂടി നമ്മൾ ഇരുത്തപ്പെട്ടു സ്വർഗത്തില്. ഒരു കാര്യം പറയട്ടെ, കാൽവരിയിൽ ഈശോ മരിക്കുമ്പോഴേ ആ നല്ല കള്ളന്റെ അവസ്ഥ നോക്കിക്കേ. അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ അവന്റെ കൂട്ടുകാരനോടുകൂടി ഈശോയെ പരിഹസിച്ച് ശപിച്ചവനാണ് ഈ നല്ല കള്ളൻ എന്ന് പറയുന്നവൻ പോലും. സുവിശേഷകന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടവര് രണ്ടുപേരും അവനെ പരിഹസിച്ചു. എന്നാൽ ഒരു നിമിഷമാണ് ഈ നല്ല കള്ളൻ എന്ന് പറയുന്ന ആ മനുഷ്യന് ഒരു നിമിഷത്തെ കൃപ കിട്ടി. ആ ഒരു നിമിഷത്തെ കൃപ കൊണ്ടാണ് അവൻ വിളിക്കുന്നത് യേശുവേ വിളിക്കുകയാണ്. യേശുവേ എന്ന് ഉറക്കെ അങ്ങ് വിളിച്ചിട്ട് പറയുന്നത്, അങ്ങ് ഇന്ന് രാത്രിയിൽ പർദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കാമോ എന്ന് ചോദിക്കുകയാണ്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് രാത്രിയിൽ നീ എന്നോട് കൂടി പർദീസായിലായിരിക്കും. ഇതാണ് ദൈവനീതി എന്ന് പറയുന്നത്. അവൻ ഒരു നിമിഷം കൊണ്ടാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പർദീസയിൽ കയറിയത്. അവൻ്റെ ഒരു നിമിഷത്തെ വിശ്വാസം, അവൻ്റെ ഒരു നിമിഷത്തെ ഏറ്റുപറച്ചിൽ, അവൻ്റെ ഒരു വിളി, യേശുവേ എന്നുള്ള ഒരു വിളി. കുഞ്ഞുമക്കളെ, ഇതാണ് ദൈവനീതി. ഈ ദൈവനീതിക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ എന്ത് ഭാഗ്യവാന്മാരാണ്, നമ്മൾ എത്രയോ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ രാജ്യം, ഒന്ന്, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരാം. 2, ദൈവത്തിൻ്റെ ആ നീതി സ്നേഹപൂർവ്വം നമുക്ക്, സന്തോഷപൂർവ്വം നമുക്ക് നേടിയെടുക്കാൻ നോക്കാം. നമ്മൾ നമ്മുടെ ശക്തി കൊണ്ട് നേടിയെടുക്കുന്ന നീതിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നേടിയെടുക്കുന്ന ആ നീതിയിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തില് 2-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ തിരുവചനം പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം നിങ്ങളെ അവനോടുകൂടി ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളഞ്ഞ് അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. പൊന്നുമക്കളെ, നമ്മളെ രക്ഷിച്ച ദൈവത്തിൻ്റെ നീതി അതാണ്. നമ്മളെ രക്ഷിച്ച ദൈവത്തിൻ്റെ കരുണ അതാണ്. ഈ നീതിക്ക് നമ്മൾ അർഹരായി തീർന്നല്ലോ. ഈ നീതിക്ക് നമ്മൾ യോഗ്യരായി തീർന്നല്ലോ. അതെ, ദൈവം ഒരിക്കലും തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവിടുത്തെ സ്നേഹിക്കുവാനും അങ്ങയിൽ വിശ്വസിക്കുവാനും. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി കാണുന്നില്ലേ, തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ ബലിയായി സമർപ്പിക്കുന്ന പിതാവിൻ്റെ സ്നേഹമാണ്. അപ്പോൾ പിതാവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുകയും ആ വിശ്വാസത്തിൽ ചുവട് പിടിച്ചുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. വിശ്വസിച്ച് ദൈവമഹത്വം പ്രാപിക്കുക. അബ്രാഹാം വിശ്വസിച്ച് ദൈവമഹത്വം പ്രാപിച്ചതാണ്. അതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കാം.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, fax 0091 480 270 8097, email mail.divinetv@gmail.com, website www.drcm.org.